ചെറുക്കനെ കള്ളു കുടിച്ചോ? നമ്മുടെ സ്പോൺസറിന് തന്നെ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ. ഹലോ ഗൈസ്, സുഖമാണോ? അപ്പോൾ ഞാൻ അൺബോക്സിങ് വീഡിയോയും ഗീവ് അവേയുടെ ആ 2 വിന്നറിനെ സെലക്ട് ചെയ്യാൻ ഓർത്താണ് വന്നത്. ഞാൻ ലോങ് വീഡിയോ ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്. അപ്പോൾ കുറേ മിസ്റ്റേക്സ് ഒക്കെ കാണും. അതേപോലെ മൈക്കും ഇല്ല. ബാക്കിൽ ചീവീട് കരയുന്നത്, കോഴി കൂവുന്നത്, വണ്ടി പോകുന്നത്, അങ്ങനെ പല സൗണ്ട് കേൾക്കും. നെവർ മൈൻഡ്, എനിക്ക് അത്രേ പറയാനുള്ളൂ. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ 3 പ്രൊഡക്റ്റ് ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ അതും കൂടെ വന്നിട്ട് ഞാൻ വീഡിയോ എടുത്ത് വിന്നറെ സെലക്ട് ചെയ്യാമെന്ന് ഓർത്തത്. അപ്പോൾ തന്നെ നമ്മുടെ സ്കൂള് തുറക്കാറായി. പിന്നെ നമ്മുടെ ബോയ്ക്കും ഗേളിനും ഒക്കെ ഉള്ള എല്ലാ പ്രൊഡക്റ്റും വന്നിട്ട് വീഡിയോ ചെയ്യാമെന്നാണ് ഞാൻ ഓർത്തത്. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോഴത്തേനും നമ്മുടെ ക്ലാസ്സും തുടങ്ങാറായി. വീഡിയോയുടെ വിന്നറിനെ ഞാൻ സെലക്ട് ചെയ്യാതെ വരുമ്പോൾ അവർ ആ സാധനമൊക്കെ മേടിച്ച് കഴിയുമ്പോഴത്തേനും അവർക്ക് വീണ്ടും ഇത് കിട്ടുമ്പോഴത്തേനും അവർക്കൊരു കാര്യമില്ലല്ലോ, ഒരു യൂസ്ഫുൾ ആവില്ലല്ലോ നമ്മൾ. അപ്പം നമുക്ക് അൺബോക്സിങ് ചെയ്താലോ? ഇതാണ് വന്ന പ്രൊഡക്റ്റൊക്കെ. ഇതിൻ്റെ അകത്ത് ബാഗും, ഗേളിൻ്റെ ബാഗും ഗേളിൻ്റെ ബോയുടെ വാട്ടർ ബോട്ടിൽ മാത്രമാണ്. ബോയുടെ ബാഗും ഗേളിൻ്റെ ബോയുടെ പൗച്ചാണ് വരാത്തത്. അത് വന്നിട്ട് ഞാൻ ചെയ്യാനിരിക്കുവാണെങ്കിൽ ഇന്നൊന്നും നടക്കില്ല. സ്കൂളും തുറക്കും, പിള്ളേർ സ്കൂളിലും പോകും. അപ്പം ഞാൻ ഓർത്തങ്ങ് ചെയ്തേക്കും. അവിടെ ഇത് കുഞ്ഞുമണി കിടക്കുന്നുണ്ട്, ഭയങ്കര ഉറക്കമാണ്. ഇവിടെ എല്ലാ മനുഷ്യരെയും പുറകെ നടന്ന് കടിച്ച് കീറി ബഹളം വെച്ച് എല്ലാവരുടെ അടുത്തും പോയി ഫുഡും കഴിച്ച് ഒരു മനുഷ്യരെ പേടിയില്ലാത്ത ഒരെണ്ണം ഉണ്ടെങ്കിൽ അത് ഈ സാധനമാണ്. അതിൻ്റെ എല്ലാ പണിയും കഴിഞ്ഞിട്ട് സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങുന്നതാണ് ഇത്. അവൻ ഉറങ്ങുമ്പോൾ മാത്രം നമ്മൾ അവനെ ശല്യം ചെയ്യാൻ പാടില്ല. നമ്മൾ ഉറങ്ങുമ്പോൾ അവന് നമ്മളെ നല്ലോണം ശല്യം ചെയ്യും. നല്ല രസമുണ്ടല്ലേ, നല്ല ഭംഗിയുണ്ടല്ലേ. ഓക്കെ, ഇതും കൊള്ളാം. ബില്ലാണ് ഗൈസ്. പിന്നെ കാലി ചൂടാ എഴുന്നേറ്റിരുന്ന് ആടുന്ന്. എന്തല്ലയോ, എന്നാടാ സൗണ്ട് കേട്ടി? ഇനിയിപ്പോൾ ഇതിൻ്റെ മണ്ടയിൽ കയറി ഇതെല്ലാം പിച്ച് ചീന്തി ഇടണം അവനെ. ഇതാണ് എൻ്റെ ലിയോ അപ്പം കേട്ടോ. കയ്യിലൊന്നും ഇരിക്കത്തില്ല, ഭയങ്കര ഡിമാൻഡുള്ള ഇരിക്കുന്ന ഇരിപ്പ് കണ്ടോ. ഞങ്ങൾക്ക് അവിടുത്തെ പിള്ളേർ കുറച്ച് 3-4 പിള്ളേർ കൊണ്ടുവന്ന് എനിക്ക് തന്നതാണ്. അവിടെ ആരോ കൊണ്ട് കളഞ്ഞിട്ട് പോയതാന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞാൻ അമ്മയോട് പെർമിഷനൊക്കെ ചോദിച്ച് വീട്ടിൽ കയറ്റിയ സാധനമാണ്. ഇപ്പം എന്നെക്കാട്ടിൽ ഈ വീട്ടിൽ സ്ഥാനം ഈ ചെറുക്കനാണ്, ഈ പേട്ടി ഇറക്കനാണ്. ഓ കൊള്ളാം അല്ലേ. സ്റ്റീലാകട്ടോ, കണ്ടു. കീഴിലുള്ള വാട്ടർ ബോട്ടില. ഇത് കൊള്ളാം അല്ലേ. ഓൾവേസ് ബി. കൊള്ളാം. അത്യാവശ്യം സ്പേസ് ഉള്ള ബാഗ് തന്നെയാണ് കേട്ടോ. അത്യാവശ്യമല്ല, നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല സ്പേസും ഉണ്ട്. 1 2 3 4 ആണോ നമ്മുടെ ഭാഗ്യവാന്മാർ അല്ലേ? ഭാഗ്യവതി കാരണം ഗേളാണല്ലോ അല്ലേ. കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ ബാഗ്. എന്നാണേലും ഈ ബോയുടെ ബാഗും ഗേളിൻ്റെ ബോയുടെ പൗച്ചും ഇനിയും വരാനുണ്ട്.
ഈ റാൻഡം കമൻറ്റ് പിക്കറില്ലേ ആ ഒരു വെബ്സൈറ്റ് വെച്ചാണ് നമ്മൾ വിന്നറിനെ 2 പേരെ സെലക്ട് ചെയ്യാൻ പോണത്. യൂട്യൂബിൽ നമുക്ക് 1000 അബവും ഇൻസ്റ്റഗ്രാമിൽ നമുക്ക് 900 അബവും ആണ് കമൻറ്റ്സ് വന്നിട്ടുള്ളത്. 2 ഇതിൽ നിന്നും ഓരോരുത്തരെ വീതം കേട്ടോ ഞാൻ സെലക്ട് ചെയ്യണം. നിങ്ങൾക്ക് ലോങ് വീഡിയോസ് ഒക്കെ കാണണമെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണേ. എങ്ങനത്തെ വീഡിയോസ് ഒക്കെ ഇടണമെന്ന് പറഞ്ഞാൽ മതി. ഞാൻ അങ്ങനത്തെയൊക്കെ മാക്സിമം ഇടാൻ ട്രൈ ചെയ്യാം. കുറേ വെബ്സൈറ്റ് ഒക്കെ ഞാൻ നോക്കി, കാരണം എല്ലാത്തിലും പൈസ കൊടുക്കണം അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഏതാണ്ടൊക്കെ റോങ്ങും കാര്യങ്ങളൊക്കെ വന്നേ. പിന്നെ എങ്ങനെയോ റെഡിയായി. യൂട്യൂബിൽ വിന്നർ അയക്കുന്ന ഉമൈബ ഫൈസൽ എന്ന് പറഞ്ഞ ആളാണ്. ഞാൻ രണ്ടാമത് ഒരാളെയും കൂടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ ആൾ 2 ദിവസത്തിനുള്ളിൽ എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് ചെയ്തില്ലെങ്കിൽ നമ്മൾ ഈ രണ്ടാമതായിട്ട് സെലക്ട് ചെയ്ത പ്രസ്റ്റീജ സുനിൽ എന്ന് പറഞ്ഞ ആളെ ആയിരിക്കും വിന്നറായിട്ട് സെലക്ട് ചെയ്യുക. അടുത്ത് നമുക്ക് ഇൻസ്റ്റഗ്രാമിൽ നിന്നും കൂടെ ഒരു വിന്നറെ സെലക്ട് ചെയ്യാവേ. $943 കമൻ്റാണ് നമുക്ക് മൊത്തം ഉണ്ടായിരുന്നത്. വിന്നർ അയക്കുന്നത് അൻസാരി അൻസ് എന്ന് പറഞ്ഞ ആളാണ്. ഈ ആളാണ് നമ്മുടെ സ്പോൺസറും. എൻ്റെ മിക്ക ഗിവ് അവേയുടെയും സ്പോൺസർ ഈ ഒരാൾ തന്നെയാണ്. നാട്ടിലില്ല, നാട്ടിൽ വരുമ്പോൾ ഞാൻ എന്നാണേലും പരിചയപ്പെടുത്താവേ. ഇൻസ്റ്റഗ്രാമിൽ വിന്നർ അയക്കുന്നത് സോനു രായ് എന്ന് പറഞ്ഞ ഒരാളാണ്. ഇൻസ്റ്റഗ്രാമിൽ എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി. കൺഗ്രാറ്റുലേഷൻസ്. ഉണ്ടാവും, ഗിവ് അവേ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഓക്കെ, ബൈ.